എല്ലാവരും കൂടി ജീപ്പിന് ചുറ്റും കൂടി നിൽക്കുന്നത് ഒരു യാത്ര പോകാനാണ് കേട്ടോ. അമ്മയും അമ്മാവനും ആൻറ്റിയും ഭാര്യയും മക്കളും അവരുടെ കൂട്ടുകാരും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു യാത്ര. എങ്ങോട്ട് പോകാനാണെങ്കിലും ഒരുങ്ങിയിറങ്ങിയാൽ ഒരു ഫോട്ടോ എടുക്കൽ അത് മസ്റ്റാണ്. അമ്മയും ആൻറ്റിയും മാറി മാറി ഫോട്ടോ എടുക്കും. ഇവരാണ് കേട്ടോ നമ്മുടെ യാത്രയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യാത്രക്കാർ. എല്ലാവരും ഫോട്ടോ എടുത്തപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കും സെൽഫി എടുക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, 2-3 അങ്ങ് എടുത്തു. പിന്നീട് എല്ലാവരും വണ്ടി ചാടിക്കയറി സീറ്റ് പിടിച്ചു. മുന്നിലെ സീറ്റിൽ അമ്മാവനും എൻ്റെ ഭാര്യ സോനുവും കുഞ്ഞുമാണ്. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എങ്ങോട്ടാണ് യാത്ര എന്ന്? കാടിനുള്ളിലെ അയ്യപ്പ ക്ഷേത്രം, വേളൂർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. തേക്കിൻകൂപ്പിലൂടെയാണ് യാത്ര. പൂർണ്ണമായും തേക്കിൻകൂപ്പ് എന്ന് പറയാൻ ആവില്ല, കാട്ടിലൂടെയാണ് യാത്ര. പുതിയതായി ഈ റോഡ് JCB മറ്റും ഉപയോഗിച്ച് മണ്ണ് മാന്തിയിട്ടുണ്ട്. അത് കാരണം കുതിരസവാരി പോലെ ജീപ്പ് ചാടിച്ചാടിയാണ് മുന്നോട്ട്. അതേപോലെ തന്നെ പൊടിയും മായം. സത്യം പറയാലോ, ഇത്രയും പൊടിയിലൂടെ ജീവിതത്തിലെ ആദ്യത്തെ യാത്രയാണ്. അങ്ങനെ കാട്ടിലെ വേളൂർ പുഴയും കടന്ന് മുന്നോട്ട് തിരികെ വരുമ്പോൾ ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തണം. അങ്ങനെ ക്ഷേത്രത്തിലെത്തി കേട്ടോ. നല്ല വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ എല്ലാവരുടെയും അവസ്ഥ സങ്കടകരം. എല്ലാവരും പൊടിയിൽ കുളിച്ചിരിക്കുന്നു. അമ്മാവൻ്റെ മുഖത്ത് മാത്രം പുഞ്ചിരി. എനിക്കിതൊന്നൊരു വിഷയമല്ല എന്ന മട്ടിൽ. മകരവിളക്ക് പ്രമാണിച്ച് പൂജാ വഴിപാടുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ അമ്പലത്തിലെത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ഫാമിലിയായിട്ട് ഈ ഒരു ദിവസം നമ്മളിവിടെ വരാറുണ്ട് കേട്ടോ. വനത്തിനാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമായത് കാരണം ഇവിടെ കടകളൊന്നും അധികം ഉണ്ടാകാറില്ല. പിന്നെ അന്നദാനം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഏകദേശം 12 മണിയോടെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കേട്ടോ. തിരികെ വന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വേളൂർ പുഴയുടെ തീരത്ത് വണ്ടി നിർത്തി. ഇവൻ്റെ തലമുടി കണ്ടോ? കളർ അടിച്ചതായിട്ട് തോന്നുമെങ്കിലും കളർ അടിച്ചതല്ല കേട്ടോ, റോഡിലെ പൊടിയാണ്. കാഴ്ചയിൽ അതിമനോഹരമായ സ്ഥലം കേട്ടോ. പുഴയിൽ അധികം വെള്ളമില്ല. കാണുമ്പോൾ തന്നെ ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നും. പതുക്കെ ശാന്തമായിട്ട് ഒഴുകുന്നു. അതിനിടെ ഏതൊക്കെയോ ഔഷധച്ചെടികളെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അങ്ങനെ ഈ മനോഹരമായ സ്ഥലത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ.